ഇവൻ എപ്പോഴും ഗെയിം കളിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അപ്പോൾ മുത്തശ്ശിക്ക് മാറ്റാൻ കഴിയാത്ത രോഗമുള്ളതുകൊണ്ട് കുറച്ചുനാൾ കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് അമ്മ പറയുന്നു. അത് കേട്ടവൻ തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നു. സ്നേഹത്തോടെ വന്നതാണെന്ന് വിചാരിക്കുമ്പോൾ അവസാന നിമിഷത്തിൽ പ്രായമായ മുത്തശ്ശിയെ നോക്കിയാൽ സ്വത്തിൽ നിന്നും എന്തെങ്കിലും പങ്ക് കിട്ടുമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അവിടെ വന്നവൻ മുത്തശ്ശിയുടെ വീട് ഫോട്ടോ എടുത്ത് ഓൺലൈനിൽ ഇട്ട് അതിന് എത്ര രൂപ കിട്ടുമെന്ന് കണക്ക് കൂട്ടുന്നു. മുത്തശ്ശിയെ കയ്യിലെടുക്കുന്നതിനായി ദിവസവും രാവിലെ അലാറം വെച്ച് മുത്തശ്ശിയോടൊപ്പം തന്നെ ഉണരുന്നു. അതിനുശേഷം മുത്തശ്ശിയെ കുളിപ്പിച്ച് മുത്തശ്ശി നടത്തുന്ന തട്ടുകടയിൽ സഹായിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇവൻ മുത്തശ്ശിയോട് ക്ലോസ് ആവാൻ ശ്രമിച്ചാലും വീക്കെൻഡിൽ വരുന്ന മക്കളോടാണ് മുത്തശ്ശിക്ക് സ്നേഹം കൂടുതൽ. ആക്ച്വലി മുത്തശ്ശിക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. അതിൽ മകളുടെ മകനാണിവൻ. 2 ആൺമക്കളും വിവാഹം കഴിഞ്ഞ് മാറി താമസിക്കുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മുത്തശ്ശിയെ കാണാനായി വരുന്നു. ഇവൻ വന്നതു മുതൽ മുത്തശ്ശി ഈ വീട്ടിൽ തനിച്ചാണുള്ളത്. അതുകൊണ്ടാണ് അവൻ ഈ വീട് തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പോകെ പോകെ അവനറിയാതെ തന്നെ അവന് മുത്തശ്ശിയോട് സ്നേഹം തോന്നുന്നു. പെട്ടെന്ന് ഒരു ദിവസം മുത്തശ്ശി ആ വീട് തന്റെ 2ാമത്തെ മകന്റെ പേരിൽ എഴുതി വെക്കുന്നു. അതറിഞ്ഞ അവൻ മുത്തശ്ശിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് പോകുന്നു. അടുത്ത ദിവസം CCTV-യിൽ നോക്കുമ്പോൾ മുത്തശ്ശി അവന് വേണ്ടി കാത്തിരിക്കുന്നു. അത് കണ്ട് മനസ്സലിഞ്ഞവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഒരു ദിവസം മുത്തശ്ശി മരിക്കുന്നു. അതിനുശേഷം അവനൊരു കോൾ വരുന്നു. മുത്തശ്ശി അവന്റെ പേരിൽ 1 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതായി പറയുന്നു. അപ്പോഴാണ് കുട്ടിക്കാലത്ത് മുത്തശ്ശി ഇവനോട് പറഞ്ഞത് ഓർമ്മ വന്നത്. ഇവൻ കുഞ്ഞായിരുന്നത് മുതൽ ഫ്യൂച്ചറിലെ എഡ്യൂക്കേഷന് വേണ്ടി കാശ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരുന്നതായി മുത്തശ്ശി പറയുന്നു. പക്ഷെ വളരും തോറും അവനത് മറക്കുന്നു. അവസാനം മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ അവൻ 1 കോടി രൂപ കൊടുത്തിട്ട് പോയിരിക്കുന്നു.